നമസ്കാരം. കിരൺ തന്നെ ഈ സിനിമയുടെ ഒരു ടീച്ചറിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു ആദ്യം. വളരെ സന്തോഷമുണ്ട്. സെല്ലാം പറഞ്ഞ കാര്യം തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്ന ഈ പ്രാവശ്യം സിനിമകളുടെ എണ്ണം കുറയുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്നെ അഭിനയിച്ച പല സിനിമകളും ഇറങ്ങിയിട്ടില്ല. കാരണം പലതും ഈ സാറ്റലൈറ്റ് ലക്ഷ്യമാക്കി തട്ടിക്കൂട്ടുക എന്നുള്ള പരിപാടിയിൽ നിന്നാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് വരുന്ന ഓഫറുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്തായാലും സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിക്കുന്ന നമുക്ക് ഉറപ്പുള്ള പ്രോജക്റ്റുകളാണ് അധികം വരുന്നത്. സിനിമയുടെ കഥാകൃത്തെ പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല. പക്ഷേ ഈ പ്രോജക്റ്റിന് എൻ്റെ എല്ലാവിധ ഭാവുകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഇങ്ങോട്ട് ഫിലിംസിൻ്റെ ബാനറിൽ മുരളീധരൻ ടീച്ചർ നിർമ്മിച്ച് ഞാൻ തിരക്കഥയും സംവിധാനവും ചെയ്യുന്ന ലൈഫ് ഇൻ മെട്രോ എന്ന ചിത്രത്തിൻ്റെ പൂജയിലേക്ക് വന്ന എല്ലാവരെയും ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ എത്തിച്ചേരാത്ത ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയും ഞാൻ ഈ സമയം സ്മരിക്കുന്നു. ഇതിൻ്റെ ഷൂട്ട് ആരംഭിക്കുന്നത് അടുത്ത മാസം 10-ാം തീയതിയാണ്. തുടർന്ന് ഈ ഫിലിം റിലീസ് ചെയ്യുന്ന സമയത്തും നിങ്ങളെല്ലാവരും ഈ ചിത്രം കണ്ട് ഇത് ഒരു വൻ വിജയമാക്കി തീർക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ഷാനവാസ്. ഷാനവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും മനസ്സിലാവുന്നുണ്ടാവില്ല. രുദ്രൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 99% ആൾക്കാർക്കും സീരിയൽ കണ്ട ആൾക്കാർക്കെങ്കിലും മനസ്സിലാവും. എന്തായാലും ദൈവം എനിക്ക് കുങ്കുമപ്പൂ എന്നൊരു മാണിക്ക് എൻ്റെ കയ്യിൽ തന്നു. അത് ദൈവാധീനം കൊണ്ട് സീരിയൽ രംഗത്ത് നല്ല ഹിറ്റായി. അതുവഴി എനിക്ക് നല്ലൊരു സിനിമ കിട്ടി. ആ സിനിമയും ദൈവം ഹിറ്റാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങൾ ഓരോരുത്തരും കണ്ടിട്ടാണ്, കയ്യിലെടുത്തിട്ടാണ്, എൻ്റെ കഥാപാത്രത്തെ 2 കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ടാണ് എനിക്ക് നിങ്ങളൊരു പണം കിട്ടാനും ഇവിടെ വന്ന് നിൽക്കാനും സാധിച്ചത്. അതുപോലെ തന്നെ ഈ സിനിമയിലൊക്കെ കഥാപാത്രം 2 കൈ നീട്ടി സ്വീകരിക്കണമെന്നും അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം പ്രോത്സാഹിപ്പിച്ച് ഞങ്ങളുടെ ഈ പ്രോജക്റ്റിലുണ്ടാകണമെന്നും ഈ സിനിമ എല്ലാവരും കണ്ട് വൻ വിജയമാക്കി തരണമെന്നും അപേക്ഷിക്കുന്നു. താങ്ക് യു. നമസ്കാരം. எனக்கு மலையாளம் தெரியல, ஸோ நான் தமிழில் பேசுகிறேன். ப்ளீஸ் மேனேஜ் பண்ணுங்க. அண்ட் ரொம்ப சந்தோஷம் டு பி அ பார்ட் ஆஃப் லைஃப் இன் மெட்ரோ. அண்ட் கிரண் சார் எங்கள் ஸ்கிரிப்ட் ரைட்டர், எங்கள் டைரக்டர் ரொம்ப ரொம்ப டெடிக்கேட்டடாக இந்த ஸ்கிரிப்டில் ஆல்மோஸ்ட் 1.5 year ஒர்க் பண்ணிருக்காரு. I know him from the time he started work on the script. And அவங்க ரொம்ப ரொம்ப பேஷனேட்டாக, ரொம்ப ஆனால் சிங்கிள் மைண்டட் அண்ட் வெரி he lives for cinemaன்னு நான் சொல்ல முடியும். ஸோ that was some real pure dedication that I found in director. And henceforth எனக்கு என் கேரக்டர் ரொம்ப பிடிச்சிருக்கு. என் கேரக்டர் ரொம்ப அழகாக ஒரு performance oriented and equally with a lot of depth and multiple shades like கூட வரும். And most importantly typical Malayalam பொண்ணு மாதிரி இந்த கேரக்டர்ல ப்ரொஜெக்ட் ஆகும். So I'm sure I'm going to be enjoying working on this character because it has great scope of performance. That was one of the main reasons I have accepted to do this lovely film. And thank you Muralidharan sir, and thank you Kiran sir to have thought, and thank you Shanu to have thought that I really deserve to do this role. And looking forward to have a great shoot and looking forward to everybody's support. Thank you. This script for me is designed very well, and I will definitely come on words of my director, whatever he has expected from me. And as it's the first Malayalam film for me, so it's a big challenge for me also to come in industry and to try my luck. I just wish that you all just bless me that I should move forward in Malayalam industry and I should really do good. Thank you. പൂജയാണ് ഇവിടെ നടക്കുന്നത്. ഈ പൂജയ്ക്ക് വന്ന എല്ലാവർക്കും എൻ്റെ ഹാർദവമായ നന്ദി രേഖപ്പെടുത്തുന്നു. 10-ാം തീയതി മെയിൻ ഷൂട്ടിംഗ് നമ്മൾ തുടങ്ങുന്നത്. ആ ഷൂട്ടിങ്ങിനും എല്ലാവരും ഇതുപോലെ സഹകരിക്കണം. റിലീസാവുന്നതുവരെ, റിലീസായാലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഇതെല്ലാം കണ്ട് സഹകരിക്കണമെന്ന് ആത്മീയ അപേക്ഷിക്കും. മലയാള സിനിമയുടെ ഒരു സുവർണ്ണ കാലഘട്ടമാണ് കഴിഞ്ഞ വർഷം, അല്ലെങ്കിൽ കഴിഞ്ഞ 1-2 വർഷങ്ങൾ എന്ന് പറയാവുന്ന ഒരവസ്ഥയാണ്. എന്നാൽ ഇന്ന് കുറച്ചുകൂടി കാലാവസ്ഥ വളരെയധികം മാറി. നമ്മൾ ക്ലീഷയാണെന്ന് സ്ഥിരം പറയുന്ന ഒരവസ്ഥ, കാരണം നമ്മൾ പറയാറുണ്ട് പ്രതിസന്ധി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് സാറ്റലൈറ്റ് പോലുള്ള സംഭവങ്ങളിൽ ചാനലുകൾ പുറകോട്ട് പോകുമ്പോൾ മലയാള സിനിമയ്ക്ക് പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സമയത്ത് പോലും ഇങ്ങനെ പുതുമുഖങ്ങളെ വെച്ച് ഒരു സിനിമ പ്ലാൻ ചെയ്യാൻ കാണിച്ച മുരളീധരനെ പോലെയുള്ള പ്രൊഡ്യൂസറെ
ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം കഴിഞ്ഞ വർഷം പലപ്പോഴും പലരും വന്നിട്ടുള്ളത് സാറ്റലൈറ്റിനെ ലക്ഷ്യം കൊണ്ട് മാത്രമാണ്. എന്നാൽ സിനിമയുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് മുരളീധരനെ പോലുള്ളവർ ഈ സിനിമയിലേക്ക് എത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു പിടി പുതിയ കിരണിനെ പോലെ പുതിയ സംവിധായകർ, അതുപോലെ ഷാനവാസ്, രുദ്രൻ എന്ന കഥാപാത്രത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ ഷാനവാസ്, അതുപോലെ സഞ്ജന, തെലുങ്കും കന്നഡ സിനിമകളിൽ മുൻനിര നടിയായിട്ടുള്ള സഞ്ജന മലയാളത്തിലേക്ക് വരുന്നു. അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ സിനിമയ്ക്ക്.